അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹത്തുല്ലാബുൽ അഹിബ്ബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ് ടീച്ചർ എടുത്ത് തന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബക്കരിയാത്തു താരീഖ് ചരിത്രത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ചില സ്ത്രീകളെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുൽത്താൻ, റസിയ, അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായ് ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായ്, ഇവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് മുലാഫ്, അതുപോലെ എന്താണ് മുലാഫുൻ ഇലേഹി, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ആ ഭാഗമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പാഠഭാഗത്തിൽ വരുന്ന ബാക്കി ആക്ടിവിറ്റീസുകൾ, ബാക്കി അൻഷിത്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കൂ. നഖറഉ വനുനാക്കിഷു, നമുക്ക് വായിക്കാം, നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. ഇർത്തദത്ത് ശാന്ത അൽബിദിലത്തിൽ ഫലായിയ. ഇർത്തദത്ത് ശാന്ത ധരിച്ചു. അൽബിദിലത്തിൽ ഫലായിയ, ബിദിലത്ത് എന്ന് പറഞ്ഞാൽ സൂട്ട് വസ്ത്രം എന്നാണ്. അൽ ഫലായിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബഹിരാകാശ യാത്രയ്ക്കുള്ള വസ്ത്രം, അതാണ് ബിദിലത്തുൽ ഫലായിയ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അൽ മുദരിസുൻ നഷീതു മഹ്ബൂബൻ. അൽ മുദരിസുൻ നഷീതു, നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല ഉന്മേഷവാനായിട്ടുള്ള അധ്യാപകൻ, അതാണ് അൽ മുദരിസുൻ നഷീത്ത് എന്ന് പറഞ്ഞാൽ. മഹ്ബൂബൻ, അവൻ ആരാണ്? മഹ്ബൂബാണ്, എല്ലാവരും സ്നേഹിക്കപ്പെടുന്നവനാണ് എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ആക്റ്റീവായ ടീച്ചേഴ്സിനല്ലേ ഇഷ്ടം അല്ലേ? ക്ലാസ്സിൽ ആക്റ്റീവ് അല്ലാതെ ഒപ്പം മറ്റിൽ വരുന്ന അധ്യാപകരെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അതാണ് ഇവിടെ അൽ മുദരിസുൻ നഷീത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ കതബ്തു, ഞാൻ എഴുതി. ബിൽ ഖലമിൽ ജദീദി, പുതിയ പേന കൊണ്ട് ഞാൻ എഴുതി എന്നാണ്. ഹാദാ സുആലുൻ ജയ്യിദുൻ, ഇത് ഒരു നല്ല ചോദ്യമാണ്. ടീച്ചർ പറഞ്ഞുതരാം ഇതെന്താണ് എന്ന് കേട്ടോ. ഫാത്തിമത്തു തൊബീബത്തുൻ മാഹിറത്തുൻ, ഫാത്തിമ ആരാണ്? തൊബീബത്തുൻ, ഒരു ഡോക്ടർ ആകുന്നു. മാഹിറത്തുൻ, നല്ല കഴിവുള്ള, നല്ല നിപുണയായിട്ടുള്ള, നല്ല കഴിവുള്ളൊരു ഡോക്ടർ ആകുന്നു എന്നാണ്. സുർത്തു, ഞാൻ സന്ദർശിച്ചു. മദീനത്തൻ ഖദീമത്തൻ, ഒരു പഴയ പട്ടണം ഞാൻ സന്ദർശിച്ചു. ഫി തമിഴ്നാടു, തമിഴ്നാട്ടിലെ ഒരു പഴയ പട്ടണം ഞാൻ സന്ദർശിച്ചു, പഴയ സിറ്റി ഞാൻ സന്ദർശിച്ചു എന്നാണ്. അപ്പോൾ ഇതിൽ ചില പദങ്ങൾ നീല നിറത്തിൽ കൊടുത്തിട്ടുണ്ട്, ചില പദങ്ങൾ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞത് അവിടെ മുലാഫും മുലാഫുൻ ഇലേഹി ആയിരുന്നു. അതാണോ ഇത്? അല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുലാഫുൻ ഇലയുടെ അവസാനത്തിൽ കെസറായിരിക്കും വരുന്നത് എന്ന്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? അവിടെ ഫത്തഹ് വന്നിട്ടുണ്ട്, ലൊമ്മ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കിസറ് വന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് ആരായിരിക്കും ഇവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. താഴെ കൊടുത്ത ബോക്സ് നോക്കൂ. അൽ മൻഊതു അന്നഉതു. മൻഊത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അർത്ഥം. ടീച്ചർ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരു പദത്തെ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഞാൻ പറയാണ്, ഇത് നല്ലൊരു കുട്ടിയാണ്, മുഹമ്മദ് നല്ലൊരു കുട്ടിയാണ്. നമ്മളെങ്ങനെ പറയും? മുഹമ്മദ് വലതുൻ സ്വാലിഹുൻ എന്നാണ് പറയുക അല്ലേ? മുഹമ്മദ് നല്ലൊരു കുട്ടിയാണ്. ഇത് പഴയ പേനയാണ്. നമ്മളെങ്ങനെ പറയും? ഹാദ കലമുൻ ഖദീമുൻ എന്ന് പറയും. ഇത് പഴയ പേനയാണ്. ഞാൻ പഴയ പട്ടണം സന്ദർശിച്ചു. എങ്ങനെ പറയാം? സുർത്തു മദീനത്തൻ ഖദീമത്തൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഞാൻ പഴയ പേന കൊണ്ട് എഴുതി. എങ്ങനെ പറയും? കതബ്തു ബിഖലമിൻ ഖദീമിൻ അല്ലേ? പഴയ പേന കൊണ്ട് ഞാൻ എഴുതി. അപ്പോൾ ഇങ്ങനെ ഒരു പദത്തെ ഒരു പദത്തിൻ്റെ വിശേഷണമായി കൊണ്ട് പറയാം. അതായത് ഒരു പദത്തെ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ട് പറയാം. മുഹമ്മദ് നല്ല കുട്ടിയാണെന്ന് അറിയുമ്പം മുഹമ്മദിൻ്റെ ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ് എന്ത്? അവൻ നല്ലതാണ്, നല്ല കുട്ടിയാണ് എന്നുള്ളത്. പേന പഴയതാണ് എന്ന് പറയുമ്പോൾ ആ പേനയുടെ വിശേഷണമാണ് എന്ത്? പഴയത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ പറയുന്നതിനാണ് നഅത്ത് മൻഊത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും നഅത്ത്, ഏതായിരിക്കും മൻഊത്ത് എന്ന് ചോദിച്ചാൽ, നഅത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശേഷണം എന്നാണ് അർത്ഥം.
മൻഊത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളൊരു പദത്തിൻ്റെ വിശേഷണമായിക്കൊണ്ട് പറയാം. മുഹമ്മദ് നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പം ആ നല്ലത് എന്നുള്ളതാണ് അവിടെ എന്തായിട്ട് വരുന്നത്? നാത്തായിട്ട് വരുന്നത്. പിന്നെ ആരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? മുഹമ്മദിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അവിടെ മൻഊത്തായിട്ട് വരുന്നത്. ഇത് പഴയ പേനയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പേന എന്നുള്ളത് അവിടെ മൻഊത്തായിരിക്കും. പഴയത് എന്നുള്ളതാണ് അവിടെ നാത്തായിട്ട് വരിക. ഇത് പുതിയ പുസ്തകമാണ്. പുസ്തകം എന്നുള്ളത് മൻഊത്തായിരിക്കും. പുതിയത് എന്നുള്ളതാണ് നാത്തായിട്ട് വരുന്നത്. ഇവയുടെ ഹർക്കത്തിൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ നമ്മൾ മുലാഫിലേക്ക് പറഞ്ഞ പോലെയല്ല. അതായത് ഇവ നാത്ത് എപ്പോഴും മൻഊത്തിനെ അതിൻ്റെ ഇഅ്റാബിൽ പിന്തുടരും. അതാണ് നമ്മുടെ ഭാഷയിൽ, അറബി ഭാഷയിലെ നിയമം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. അതായത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക, മൻഊത്തിന് എന്താണോ ഹർക്കത്ത് വരുന്നത് അതേ ഹർക്കത്തിനെ ആയിരിക്കും നാത്തിനും വരുന്നത്. അതായത് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പദം ഉണ്ടല്ലോ, ആ പദത്തിന് എന്താണോ ഹർക്കത്ത് വന്നിട്ടുള്ളത് അതേ ഹർക്കത്തിനെ ആയിരിക്കും ശേഷം വരുന്ന നാത്തിനും വരുന്നത് എന്നർത്ഥം. മുഹമ്മദ് വലതുൻ ഷോലിഹുൻ എന്നാണ് പറയുന്നത്. വലത് എന്നുള്ളതാണ് മൻഊത്ത്, ഷോലിഹ് നാത്താണ്. പക്ഷേ മുഹമ്മദ് വലതുൻ ഷോലിഹുൻ അവിടെ നമ്മൾ രണ്ടും എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലൊമ്മാണ്, അല്ലെ, റഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. റഅയ്തു ഞാൻ കണ്ടു. ആരെ കണ്ടു? അല്ലെങ്കിൽ എന്ത് കണ്ടു? സഹ്റത്തൻ ദാബിലത്തൻ ഒരു വാടിയ പൂവ് ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ റഅയ്തു എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു എന്നാണ്. പിന്നെ വരുന്നത് മഫ്ഊലും ബിഹി എന്നാണ് പറയുക, അല്ലേ? അതെന്താണ്? സഹ്റത്തൻ അവിടെ എന്താ വന്നിട്ടുള്ളത്? ഫതഹാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശേഷം വന്ന നാത്തിനും നമ്മൾ എന്തെന്നെ കൊടുക്കണം? ഫതഹന്നെ കൊടുക്കണം. സഹ്റത്തൻ ദാബിലത്തൻ. അതുപോലെ തന്നെ നളർത്തു ഞാൻ നോക്കി. ഇല എങ്ങോട്ടാണ് നോക്കിയത്? ഇല വലദിൻ കുട്ടിയെ നോക്കി. ആ കുട്ടിയുടെ നാത്ത് എന്താണ്? എങ്ങനെയുള്ള കുട്ടിയാണ്? ഇല വലദിൻ മരീവൻ രോഗിയായിട്ടുള്ള. അപ്പോൾ വലദിൻ മരീവിൻ ഇല വന്നതുകൊണ്ടാണ് വലദിൻ എന്ന് പറഞ്ഞു. ശേഷം വന്ന നാത്തിനും നമ്മൾ അതേ കിസ്റന്നെ അവിടെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മൻഊത്തിന് എന്താണോ ഇഅ്റാബ് അഥവാ എന്താണോ അതിൻ്റെ ഹർക്കത്ത് വന്നിട്ടുള്ളത് അതേ ഹർക്കത്തിനെ ആയിരിക്കും ശേഷം വരുന്ന നാത്തിനും വരുന്നത് എന്നാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന സെൻറ്റൻസിൽ ആദ്യം വരുന്നത് മൻഊത്തായിരിക്കും, രണ്ടാമത് വരുന്നതായിരിക്കും നാത്തായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും നാത്തും മൻഊത്തും മനസ്സിലാക്കാൻ പറ്റും. ആദ്യം വരുന്നത് എപ്പോഴും എന്തേ ആവുള്ളൂ? മൻഊത്തേ വരുള്ളൂ. ശേഷം വരുന്നതാണ് നാത്തായിട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉദാഹരണം നോക്കൂ. ഇങ്ങനെ ഉദാഹരണം പറയുമ്പോൾ ഞാൻ ഒരു വാടിയ പൂവ് കണ്ടു. റഅയ്തു സഹ്റത്തൻ ദാബിലത്തൻ ഞാനൊരു വാടിയ പൂവ് കണ്ടു എന്ന് പറയുമ്പം അതിലെ പൂവ് എന്നുള്ളതാണ് മൻഊത്ത്, അല്ലെ? റഅയ്തു ഞാൻ കണ്ടു, സഹ്റത്തൻ അതിലെ ആദ്യം വന്നിട്ടുള്ളത്. ശേഷമാണ് ദാബിലത്തൻ എന്നുള്ള ഒരു വിശേഷണമായിട്ട് വരുന്ന പദം വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടീച്ചർ മുലാഫിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ് ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ആദ്യം വരുന്നത് മൻഊത്തായിരിക്കും, രണ്ടാമത് വരുന്നതാണ് നാത്തായിട്ട് വരുള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു എന്താണ് നാത്ത്, എന്താണ് മൻഊത്ത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നോക്കൂ, ഇനി നമ്മുടെ ആ ഒരു പറഞ്ഞ മുകളിൽ കൊടുത്ത സെൻറ്റൻസിൽ ഏതൊക്കെയാണ് മൻഊത്ത്, ഏതൊക്കെ നാത്തി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അൽ വിദിലത്ത് എന്നാണ്, അല്ലേ? അൽ വിദിലത്തുൽ ഫലാഇയ. വിദിലത്ത് എന്നുള്ളത് മൻഊത്താണ്, ഫലാഇയത്ത് എന്നുള്ളതാണ് അവിടെ നാത്തായിട്ട് വന്നിട്ടുള്ളത്. അൽ മുദരിസു അധ്യാപകൻ, അൻ നശീതു ഉന്മേഷവാനായിട്ടുള്ള. അപ്പോൾ അതിൽ മൻഊത്ത് ഏതാണ്? അധ്യാപകൻ, അൽ മുദരിസു. അന്നഷീത്തു ഉന്മേഷവാനായിട്ടുള്ള. അൽ കലമു അൽ ജദീദു കലമു എന്നുള്ളത് മൻഊത്ത്, അൽ ജദീദ് എന്നുള്ളതാണ് അവിടെ നാത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സുആല് ജയ്യിദ്, സുആല് മൻഊത്ത്, ജയ്യിദ് നല്ലത് എന്നുള്ളത് അവിടെ നാത്തായിട്ട് വരുന്നു. തൊബീബത്ത് എന്നുള്ളത് മൻഊത്താണ്, മാഹിറത്ത് എന്നുള്ളതാണ് നാത്തായിട്ട് വരുന്നത്. മദീനത്ത് എന്നുള്ളത് മൻഊത്ത്, ഖദീമത്ത് എന്നുള്ളത് നാത്ത്, അല്ലെ? പട്ടണം, പഴയത് എന്നുള്ളതാണ് അവിടെ നാത്തായിട്ട് വിശേഷണമായിട്ട് വരുന്നത്.
അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ നിങ്ങൾ നാത്തും മൻഊത്തും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത അനുഷിത എന്താണെന്ന് നോക്കൂ. നൊയ്തു ഇസ്തിബിയാനിലി മുഖാബലത്തി മഅസീദ നൂറ അൽ മത്റൂഷി ബിൻ നിഖാത്തിൽ ആത്തിയ. അതായത് ഒരു ക്വസ്റ്റ്യനെയർ, ഇസ്തിബിയാൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെയർ ചോദ്യാവലി തയ്യാറാക്കുവാനാണ്. ലിൽ മുഖാബലത്തി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കുക. മഅസീദ നൂറ അൽ മത്റൂഷിയുമായിട്ട്, അതായത് നൂറ മത്റൂഷിയുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുവാനുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കുവാനാണ് കേട്ടോ. എങ്ങനെ തയ്യാറാക്കേണ്ടത്? ബിന്നിക്കാത്തിൽ നാത്തിയ താഴെ കൊടുത്ത പോയിൻറ്റ്സുകളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം അവിടെ കൊടുത്ത പോയിൻറ്റ്സുകൾ നോക്കാം. അൽ ഉസ്റത്തു, എന്താണ് ഉസ്റത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലി, കുടുംബം എന്നാണ് അല്ലേ. അതുപോലെ തന്നെ ദിറാസത്തു, ദിറാസത്ത് എന്ന് പറഞ്ഞാൽ പഠനം. അൽ ഇൻജാസാത്തു, ഇൻജാസാത്ത് നേട്ടങ്ങൾ എന്നാണ്. അൽ ജവായിസ്, ജവായിസ് എന്ന് പറഞ്ഞാൽ ജായിസത്തുൻ ജം ആണ് ജവായിസ്, അതായത് സമ്മാനങ്ങൾ എന്നാണ് അർത്ഥം. അൽ റിസാലത്ത്, അതുപോലെ തന്നെ സന്ദേശം, അതായത് ഇനിയുള്ള ആളുകൾക്ക് നൽകുവാനുള്ള സന്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുമല്ലോ, ആ രൂപത്തിലുള്ളത്, അതാണ് റിസാലത്ത് എന്ന് പറഞ്ഞാൽ. ഈ പോയിൻറ്റ്സുകൾ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ടീച്ചർ ഇവിടെ ഒരു 10 ചോദ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നോക്കൂ, നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ളതായ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. നൂറ അൽ മത്റൂഷി എന്ന് പറയുന്നത് UAE-യിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികയായി മാറിയിട്ടുള്ളതായ യുവതിയാണ് കേട്ടോ. ഇന്നും ജീവിച്ചിരിക്കുന്ന യുവതിയാണ് അവർ. അപ്പോൾ അവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ നോക്കൂ. ഒന്നാമത്തെ നോക്കൂ, മൻ അൻതിയ നൂറ അൽ മത്റൂഷി. നിങ്ങൾ ആരാണ് നൂറ അൽ മത്റൂഷി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരാരാണ് എന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന രൂപത്തിലാണ് അവിടെ ഉത്തരം വരേണ്ടത്. അയിന ഉലിത്തി, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, അതാണ് രണ്ടാമത്തെ ചോദ്യം. കെയ്ഫ് കാനത്ത് ദിറാസത്തുക്ക് ഫി തുഫൂലത്തി, നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള നിങ്ങളുടെ പഠനങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നാണ്. കൈഫ് കാനത്ത്, എങ്ങനെയായിരുന്നു, ദിറാസത്തുക്ക് നിങ്ങളുടെ പഠനം, ഫി തുഫൂലത്തി നിങ്ങളുടെ കുട്ടിക്കാലത്ത്. അതുപോലെ തന്നെ മാ തഖസ്സുസുക്കിൽ ജാമിഇ, അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസം, അതായത് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള വിദ്യാഭ്യാസം അതെന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കൈഫ ഇൽതഹഖ്തി ബി ബർനാമിജ് റുവാദിൽ ഫളാഇൽ ഇമറാറ്റി, അതായത് UAE-യിലെ ബഹിരാകാശ യാത്രികരുണ്ടല്ലോ, അവരുടെ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എങ്ങനെയാണ് പങ്കെടുത്തത് എന്നാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഐന തദറബ്തി ലിതുസ്ബിഹി റായിദത്ത് ഫളാഇൻ, ബഹിരാകാശ യാത്രികയാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിൻ ചെയ്തത്, എവിടെ നിന്നാണ് പരിശീലിച്ചത് എന്നാണ്. മാ അഹമ്മു ഇൻജാസിൻ ഫി ഹയാത്തിക്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഹൽ ഹസൽത്തി അല ജവായിസ ഔ തക്രീമാത്ത്, നിങ്ങൾക്ക് വല്ല സമ്മാനങ്ങൾ, വല്ല പ്രൈസുകളോ വല്ല ആദരവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടോ. മാതാ തഖൂലീൻ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ലിഫതയാത്തി സ്വഈറാത്ത് ഫിൽ ആലമിൽ അറബി, അറേബ്യൻ ലോകത്തുള്ളതായ ചെറിയ യുവതികളോട്, ചെറിയ പെൺകുട്ടികളോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ്. മാഹുൽ മുക്കി ഫിൽ മുസ്തഖബൽ, ഭാവിയിൽ നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ഡ്രീം ഇനി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ലളിതമായ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത അൻഷിത എന്താണ് എന്ന് നോക്കാം. നോക്കൂ, നലഉ നാത്തൻ മുനാസിബൻ, അതായത് യോജിച്ച നാത്ത് വെച്ച് കൊടുക്കുവാനാണ്. നാത്ത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് വിശേഷണങ്ങൾ അല്ലേ, വിശേഷണമാണ് നാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യോജിച്ച നാത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അത് കൊടുത്ത സെൻറ്റൻസ് നോക്കൂ. റഅയ്തു ഫി ത്വരീഖി, റഅയ്തു ഞാൻ കണ്ടു, ഫി ത്വരീഖി വഴിയിൽ, റജുലൻ ഒരു മനുഷ്യനെ കണ്ടു. എങ്ങനെയുള്ള മനുഷ്യനാണ് കണ്ടത് എന്നാണ്. നമുക്കൊരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു എന്നെങ്ങനെ പറയാം? റജുലൻ ഫഖീറൻ എന്ന് പറയാം. റഅയ്തു ഫി ത്വരീഖി റജുലൻ ഫഖീറൻ എന്ന് പറയാം. റകിബ ജാബിർ, ജാബിർ കയറി, ദറാജത്തൻ, ദറാജത്ത് എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. ദറാജത്തൻ എങ്ങനെയുള്ള സൈക്കിളാണ്? പുതിയ സൈക്കിൾ. എങ്ങനെ പറയാം? ദറാജത്തൻ ജദീദത്തൻ എന്ന് പറയാം കേട്ടോ. ഇഷ്തറൈതു ഞാൻ വാങ്ങിച്ചു, ഹഖീബത്തൈനി 2 ബാഗുകൾ ഞാൻ വാങ്ങിച്ചു. എങ്ങനെയുള്ള ബാഗുകളായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കുക? ജമീലത്തൈനി എന്ന് പറയാം നമുക്ക്, നല്ല ഭംഗിയുള്ള, ജമീലത്ത് ഭംഗിയുള്ളത്, ജമീലത്ത്. ഹഖീബത്തൈനി എന്ന് പറയുമ്പോൾ 2 ബാഗുകൾ എന്നല്ലേ, അതുകൊണ്ട് നമുക്കവിടെ ജമീലത്തൈനി എന്ന് പറയാം. മിനസ്സൂഖി, എവിടെ നിന്നാണ് വാങ്ങിച്ചത്? മാർക്കറ്റിൽ നിന്നും.
സെൽമ തോലിബത്തുൻ. സെൽമ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥിനിയാണ്. എങ്ങനെയുള്ള വിദ്യാർത്ഥിനിയാണ്? സെൽമ തോലിബത്തുൻ മുജിതഹിദത്തുൻ എന്ന് പറയാം നമുക്ക്. മുജിതഹിദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പരിശ്രമശാലിയായിട്ടുള്ള എന്നാണ് കേട്ടോ. ഹലറൽ ആമിലു. ഹലറൽ ആമിലു ജോലിക്കാരൻ വന്നു. എങ്ങനത്തെ ജോലിക്കാരനാണ് വന്നത് എന്നാണ് എഴുതേണ്ടത്. അൽ മസ്ന. മസ്ന എന്ന് പറഞ്ഞാൽ ഫാക്ടറിയാണ്. അപ്പോൾ നമുക്കവിടെ പുതിയ ജോലിക്കാരൻ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ഹലറൽ ആമിലുൽ ജദീദു മസ്ന എന്ന് എഴുതാം കേട്ടോ. ഇവിടെ നമുക്ക് ഫാക്ടറിയിലേക്ക് വന്നു എന്ന് പറയാനാണെങ്കിൽ ഹലറൽ ആമിലുൽ ജദീദു ഇലൽ മസ്നഇ എന്നാണ് ശരിക്ക് വേണ്ടത്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹസ്വലൽ മുസാരി. ആരാണ് മുസാരി? കർഷകൻ അല്ലേ. കർഷകന് ഹസ്വല എന്ന് പറഞ്ഞാൽ ലഭിച്ചു എന്നാണ്. കർഷകന് ലഭിച്ചു അൽ ജായിസത്ത്. ജായിസത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയുള്ള കർഷകനായിരിക്കും സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ഹസ്വലൽ മുസാരി ഒൽ മുഖ്ലിസു എന്ന് പറയാം. അതായത് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കർഷകന് സമ്മാനം ലഭിച്ചു എന്ന് പറയാം. മനസ്സിലായല്ലോ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഇനി അടുത്ത നോക്കൂ. നുനാഖിഷു വനുഖാരിനു. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്യാം, എന്നിട്ട് കമ്പയർ ചെയ്യാം എന്നാണ് കേട്ടോ. നുഖാരിൻ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാം എന്നാണ്. നോക്കൂ, ഒരു ബോക്സിൽ നഅത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ബോക്സിൽ അൽ ഇലാഫത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ മുലാഫ് മുലാഫിൻ ഇലേഹി, അതാണ് ഇലാഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കൂ, സയ്യിദത്തുൻ ഹിന്ദിയത്തുൻ ഇന്ത്യക്കാരിയായിട്ടുള്ള സ്ത്രീ എന്നർത്ഥം. അൽ മലിക്കുൽ ഹാസിമു എന്താണ്? ധീരനായിട്ടുള്ള രാജാവ്. ബിൽ ഹുറൂഫി ദഹബിയ അതായത് സ്വർണ്ണ ലിപികൾ കൊണ്ട്, സ്വർണ്ണ അക്ഷരങ്ങൾ കൊണ്ട് എന്നാണ് ശരിക്കർത്ഥം. സ്വർണ്ണ ലിപികൾ കൊണ്ട് എന്നാണ്. അമലൻ സ്വാലിഹൻ നല്ല പ്രവൃത്തി എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സയ്യിദത്തുൻ ഹിന്ദിയത്തുൻ എന്നാ പറയുന്നു ഒന്നാമത്തതിൽ അല്ലേ. അപ്പോൾ അതിൽ ഏതാണ് മൻഊത്ത്? സയ്യിദത്താണ് മൻഊത്ത്, ഹിന്ദിയത്ത് എന്നുള്ളതാണ് നഅത്ത്. അപ്പോൾ ഇവിടെ സയ്യിദത്ത് എന്നുള്ള മൻഊത്ത് മുഅന്നസ് ആണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ നഅത്തായിട്ട് വന്നിട്ടുള്ളതും സ്ത്രീലിംഗമായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തതിലാണെങ്കിൽ അൽ മലിക്കുൽ ഹാസിമു. മലിക്ക് എന്നുള്ള പദം മുദക്കറാണ്, പുല്ലിംഗമാണ് അല്ലെ, ആണാണല്ലോ. അതുകൊണ്ട് തന്നെ അൽ ഹാസിം എന്നുള്ള നഅത്തും അവിടെ എന്തായിട്ട് വന്നു? അതും മുദക്കറായിട്ട് വന്നു. അതുപോലെ ബിൽ ഹുറൂഫി ദഹബിയത്തി എന്ന് പറയുമ്പം ബി എന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് ഹർഫ് ജെറാണ് അല്ലേ. അൻ അല മിൻ ഇല ഫി ബി ലി, അതിലെ ബി ആണത്. ആ ഒരു ബി അഥവാ ബാ ഒരു ഇസ്മിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് എന്തായിരിക്കും? ജെറായിരിക്കും അഥവാ കെസറായിരിക്കും. അതുകൊണ്ടാണ് ബിൽ ഹുറൂഫി എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അവിടെ ആ ഹുറൂഫി എന്ന് പറയുന്നത് അവിടെ മൻഊത്താണ് അല്ലേ. അതുകൊണ്ടാണ് അവിടെ അദ്ദഹബിയത്തി എന്ന് പറയാനുള്ള കാരണം നഅത്ത് മൻഊത്തിനെ ഇഅ്റാബുകളിൽ പിന്തുടരുമെന്നാണ് നമ്മുടെ ഭാഷയിലെ നിയമം വരുന്നത്. അതായത് മൻഊത്തിന് എന്താണോ ഹർക്കത്ത് വരുന്നത് അതേ ഹർക്കത്ത് തന്നെ ആയിരിക്കും നഅത്തിനും വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തതും അതേപോലെ തന്നെയാണ്. നിങ്ങൾ നോക്കുക, അമലൻ സ്വാലിഹൻ. മൻഊത്ത് ആണ് അമലൻ എന്ന് പറയുന്നത്. അവിടെ നസ്ബ വന്നിട്ടുള്ള ഫതഹ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വന്നു? ശേഷം വന്ന നഅത്തും അതേ രൂപത്തിൽ സ്വാലിഹൻ എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഇലാഫത്താണ്. ഇലാഫത്ത് നമുക്ക് മുലാഫിനെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം വരുന്നത് എപ്പോഴും മുലാഫായിരിക്കും. രണ്ടാമത് വരുന്നതാണ് മുലാഫിൻ ഇലൈഹി ആയിട്ട് വരുന്നത്. മുലാഫിൻ ഇലൈഹി മനസ്സിലാക്കാനുള്ള മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. മുലാഫിൻ ഇലൈഹിയുടെ അവസാനത്തിൽ എപ്പോഴും കെസർ മാത്രമായിരിക്കും വരുന്നത് അല്ലേ. നോക്കൂ, കുതുബു താരീഖി ചരിത്ര ഗ്രന്ഥങ്ങൾ. അഖ്ബാറുൽ ആലമി എന്താണ്? അഖ്ബാറുൽ ആലമി ലോക വാർത്തകൾ എന്നാണ്. മിൻ താരീഖിൽ ഉലൂമി, അവിടെ മിൻ താരീഖിൽ ഉലൂമി എന്ന് പറയുമ്പോൾ അവിടെ മിൻ എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അത് വന്നതുകൊണ്ടാണ് അവിടെ താരീഖി എന്ന് പറയാനുള്ള കാരണം. അൽ ഉലൂമി എന്നുള്ളത് അവിടെ മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ് അവിടെ കെസർ വരാനുള്ള കാരണം. അതുപോലെ ഖിസ്സത്തു റാഇദിൽ ഫലാഇ എന്നാണ് അല്ലേ. റാഇദിൽ ഫലാഇ എന്നുള്ളതാണ് അവിടെ മുലാഫിൻ ഇലൈഹി ആയിട്ട് വരുന്നത്. റാഇദി എന്ന് പറയുന്നത് മുലാഫാണ്, അൽ ഫലാഇ മുലാഫിൻ ഇലൈഹി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ നഅത്തും അതുപോലെ തന്നെ ഈ ഇലാഫത്തും ഇത് രണ്ടും തമ്മിൽ ചെറിയ ഓരോ സാമ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളും ഇത് രണ്ടും തമ്മിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അവസാനമായി ഒരു അൻഷിത്തയും കൂടെയാണ് നമുക്ക് വരുന്നത്. നുമാരിസുൽ ഖത്ത, നിങ്ങൾ എഴുത്ത് പരിശീലിക്കാനാണ് കേട്ടോ.
മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്നുള്ള ആ ഒരു ആയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല അല്ലേ. ഇത് രണ്ടും നിങ്ങൾ ആ ഒരു രൂപത്തിൽ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ടീച്ചർ കുറച്ച് വൈകിയിട്ടാണ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ചില തിരക്കുകൾ കാരണത്താലാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഏതായാലും മൂന്നാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. നാലാമത്തെ യൂണിറ്റ് ഉടനെ തന്നെ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.